മുളയറച്ചൽ റെന്റിംഗ് പ്ലാന്റിൽ വീണ്ടും പ്രതിഷേധം. ധാരണകളും മാനദണ്ഡങ്ങളും ലംഘിച്ച് മാലിന്യ വണ്ടികളുമായി എത്തി വീണ്ടും പ്ലാന്റ് പ്രവർത്തിപ്പിക്കുവാൻ ശ്രമിച്ചതിനെതിരെ നാട്ടുകാർ പ്രതിഷേധമുയർത്തി. പ്രതിഷേധത്തെ തുടർന്ന് മുളയറച്ചൽ റെന്റിംഗ് പ്ലാന്റിന് മുന്നിൽ വീണ്ടും പോലീസും നാട്ടുകാരുമായി വാക്കുതർക്കം നടന്നു. സർക്കാരിന്റെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളുടെ മറവിൽ മതിയായ സൗകര്യങ്ങളില്ലാതെയും മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയുമാണ് മുളയറച്ചലിലെ റെന്റിംഗ് പ്ലാന്റ് ആരംഭിച്ചതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പ്ലാന്റ് പ്രവർത്തിപ്പിക്കുമ്പോഴുണ്ടാകുന്ന അസഹനീയമായ ദുർഗന്ധം കൊണ്ടാണ് പ്രദേശത്ത് പ്ലാന്റിനെതിരെ ജനകീയ സമരസമിതി രൂപം കൊണ്ടത്. റോഡിലൂടെ മാലിന്യങ്ങൾ ഒലിപ്പിച്ചും മാനദണ്ഡങ്ങൾ ലംഘിച്ചും അടച്ചുറപ്പില്ലാത്ത വാഹനങ്ങളിൽ ഇറച്ചി മാലിന്യങ്ങൾ കൊണ്ടുവരികയും ചെയ്തതിനെ തുടർന്ന് 2 ആഴ്ച മുമ്പും വലിയ ജനകീയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ശുചിത്വ മിഷന്റെയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ഉന്നതരെത്തി പ്ലാന്റിൽ പരിശോധനകൾ നടത്തിയതിനു ശേഷം മാത്രമേ പ്ലാന്റ് പ്രവർത്തിക്കുകയുള്ളൂ എന്ന് കളക്ടറും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് അന്ന് ജനകീയ സമരം അവസാനിപ്പിച്ചത്. ഈ ഉറപ്പുകൾ മുഴുവൻ ലംഘിച്ചുകൊണ്ടാണ് വീണ്ടും മാലിന്യവാഹനം പ്ലാന്റിൽ എത്തിയതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ജനജീവിതം ദുസ്സഹമാക്കുന്ന പ്ലാന്റ് ജനവാസ മേഖലയിൽ ഒരു കാരണവശാലും പ്രവർത്തിപ്പിക്കുവാൻ അനുവദിക്കുകയില്ലെന്ന് സമരസമിതി നേതാക്കൾ പ്രഖ്യാപിച്ചു. ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിപ്പായ ജോലി അതിന് വേറെ ജോലിയില്ലേ? പ്ലാന്റുകാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ജോലി. ഞങ്ങൾ ടാക്സ് ഇല്ലാത്തൊരു വണ്ടി കൊണ്ടുപോയാൽ സാറ് പറ്റി തരുമോ? ടാക്സ് ഇല്ലാത്തൊരു വണ്ടി കൊണ്ടുപോയാൽ സാർ ആക്ഷൻ ടാക്സ് ഇടാതെ വന്നതൊന്നുമല്ല ഞങ്ങളുടെ വിഷയം. ഇത് കളക്ടർ പ്രവർത്തിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പഞ്ചായത്തിന്റെ രേഖയിൽ ഇത് പ്രവർത്തിക്കുന്ന പ്ലാന്റ് അല്ല നിലവിൽ. ഈ പ്ലാന്റിലേക്ക് പാതിരാത്രി വേസ്റ്റുമായിട്ട് പോലീസ് എന്തിന് പ്രൊട്ടക്ഷൻ കൊടുത്ത് ഞങ്ങൾക്ക് അറിയുന്നത്? പോലീസ് ഏത് വകയാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? ആര് പറഞ്ഞിട്ടാ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? കളക്ടർക്ക് മുകളിലാണോ പോലീസ്? പുഴപ്പള്ളിയിലെ പോലീസ്? അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. വണ്ടിയുടെ പൊല്യൂഷൻ പ്രശ്നം, പ്ലാന്റിന്റെ പൊല്യൂഷനാണ് ഇതിനൊരു കേരളത്തിൽ ഇങ്ങനെ ഒരു സമരം ഉണ്ടായിട്ടില്ല സാറേ. ഇത് 1 മാസം പോലും ആയില്ല. നിങ്ങൾ ഈ കൊല്ലം ജില്ലയിലെ മുഴുവൻ പോലീസും ഇവിടെ 24 മണിക്കൂർ 2 ദിവസം ഇവിടെ വന്ന് കിടന്നതാണ്. നിങ്ങൾക്കൊക്കെ അറിയാം. ഇതറിയാത്തവരാരുമില്ല. ഇത്രയും ധിക്കാരം ഇതാരാ കാണിക്കുന്നത്? ഈ പ്ലാന്റ് പ്രവർത്തിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ MLA മാര് പറഞ്ഞിട്ടുണ്ട്. മന്ത്രി ബാലഗോപാല്, ചിഞ്ചുറാണി ഉൾപ്പെടെയുള്ളവർ ഇന്നലെ പറഞ്ഞു ഈ പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ല. പാതിരാത്രി കളക്ടറോട് നമ്മൾ പറഞ്ഞു, കളക്ടർ നിർത്തിവെക്കാൻ പറഞ്ഞു, മന്ത്രിമാർ നിർത്തിവെക്കാൻ പറഞ്ഞു. പഞ്ചായത്തിന്റെ ഔദ്യോഗിക രേഖകളിൽ പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ല. എന്നിട്ട് 5ാമത്തെ ദിവസവും നമ്മൾ ക്ഷമിച്ച് ഇന്ന് കണ്ടിന്യൂസ് ആയ ദിവസങ്ങളിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് രീതിയിലാണ് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് നമുക്ക് അറിയണം. ആര് പറഞ്ഞിട്ടാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? കൊണ്ടുവരാൻ ആരാണ് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ നമുക്കറിയണം. ഇത് അവിടെ വന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം.
അല്ല, നിങ്ങൾ ഇത് ആരെ ഇതിന് പ്രൊട്ടക്ഷൻ കൊടുത്ത ഈ പോലീസ് വണ്ടി, ഈ വേസ്റ്റ് വണ്ടിക്ക് ഇത്രയും കോടതി കളക്ടർ പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞു. ഇന്നലെ മിനിസ്റ്റർമാർ മുഴുവൻ പറഞ്ഞു പ്രവർത്തിക്കരുതെന്ന്. പ്രവർത്തിക്കില്ല എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ളൊരു വണ്ടിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഏത് വകയിലാണ് കൊടുത്തതെന്ന് ഞങ്ങൾക്ക് അറിയണം. അല്ല, ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷൻ കളക്ടർ അത് ഇടപെട്ടിട്ടുണ്ട്. കമ്പനി വണ്ടി അല്ലെന്ന് മാത്രമല്ല, ഇതിപ്പോ ടാക്സ് ഇല്ലാത്ത ഒരു വണ്ടി ഓടാൻ പാടും. ടാക്സ് ഇല്ലാത്ത ഒരു വണ്ടിക്ക് നമ്മൾ സുരക്ഷാ മാനദണ്ഡം കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കും. ഈ വണ്ടി ഒരാൾ മരിച്ചാൽ ചർച്ചയിൽ പങ്കെടുത്ത നേരിട്ട് പറഞ്ഞ കാര്യമാണ്. അങ്ങനെ ഒരു ഇൻസ്പെക്ഷൻ ഇവിടെ നടത്തിയിട്ടില്ല. അത് നടത്താതെ പിന്നെ ഇവരൊക്കെ എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും? ഇൻസ്പെക്ഷൻ നടത്തുമെന്ന് അതിന്റെ സ്റ്റേറ്റ് സേഫ്റ്റി ഓഫീസർ മോഹൻ സാർ ഉൾപ്പെടെ ചർച്ചയിൽ പങ്കെടുത്തതാണ്. അത് ചെയ്തിട്ട് തുറന്നാൽ മതി എന്നാ പറഞ്ഞത്. എന്നിട്ട് അതുപോലും ധിക്കരിച്ചിട്ടാണ് ചെയ്യുന്നത്. 4 ദിവസം ഇത് ചെയ്തു, അന്നും നമ്മൾ ക്ഷമിച്ചു, ഈ നിർത്തും. പക്ഷെ ഇത് സ്ഥിരമായി ഇപ്പൊ ഒരു വണ്ടിയല്ല, 2 വണ്ടി, ഇനി ഒരു വണ്ടി മാറി കിടപ്പുണ്ട്. ഒരേ വണ്ടി ഒരേ വണ്ടിയാ വരുന്നത്. പ്രവർത്തിക്കാതിരിക്കുകയല്ലേ, നിങ്ങൾ ആ സാധനം തിരിച്ചു വിട്ടു. അല്ല, സാറിന്റെ കണ്ണിലാണ് പാലിച്ചിട്ടില്ല. ഈ വണ്ടി ഞാൻ കച്ചവടം Ayer